ഹായ് ഹലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓർഡിനറിയുടെ ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ ഏകദേശം ഹാഫ് ബോട്ടിൽ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഗ്ലൈക്കോളിക് ആസിഡ് 7% ടോണിക് സൊല്യൂഷനാണിത്. pH 3.6 ആണ്. ഓർഡിനറിയുടെ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ബെസ്റ്റ് ബ്രാൻഡാണ് ഓർഡിനറി. ലിറ്റിൽ ബിറ്റ് എക്സ്പെൻസീവുമാണ്. ഇത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഡെഡ് സ്കിൻ സെൽസ് റിമൂവ് ചെയ്യുന്നതിനും നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യുന്നതിനും ബ്രൈറ്റൺ ടോൺ കൂട്ടുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മളിത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ പറയാം. ഇത് സെയിം ബോത്ത് ദിസ് ടു പ്രോഡക്റ്റ് ഞാൻ ഒരുമിച്ച് മേടിച്ചതാണ് ഓൺലൈനിൽ നിന്ന്. ഓക്കെ, ഇത് ഞാൻ പറയാം. സോ ഇത് ഫേഷ്യൽ എക്സ്ഫോളിയേറ്റിനും ബ്രൈറ്റനിങ്ങിനും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ പറയുക, നമ്മുടെ കൈമുട്ട്, കൈയുടെ ഇവിടെയൊക്കെ വരുന്ന കറുപ്പ്, പിന്നെ ഫേസിൽ പല സ്ഥലങ്ങളിലായിട്ട് വരുന്ന ഡെഡ് സ്കിൻസിൻ്റെയൊക്കെ റേഡിയൻസ് എല്ലാം ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരു ക്ലാരിറ്റി വരുന്നതിന് വേണ്ടിയിട്ടും ഒരു ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് എന്തൊക്കെ പറയാമെന്ന് വെച്ചാൽ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട് ഇതിനകത്ത്. ഹെൽപ്പ് ടു റെഡ്യൂസ് അപ്പിയറൻസ് ഓഫ് ഫൈൻ ലൈൻസ്. ഓക്കെ, പിന്നെ എന്താ പറയുക, നന്നായിട്ട് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്ന ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ യൂസ് എന്നാണ്. ദെൻ ഹൈപ്പർ പിഗ്മെൻറ്റേഷന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു വാട്ടറി ടെക്സ്ചറാണ് ഇതിന് വരുന്നത്. ഓയിലി ടെക്സ്ചർ അല്ല, ഒരു വാട്ടറി ടെക്സ്ചറാണ് ഇതിന് വരുന്നത്. പിന്നെ നമുക്ക് ഡാൻഡ്രഫ് ഉണ്ട് എങ്കിൽ നമ്മുടെ സ്കാൽപ്പിലെ ഡ്രൈനെസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എന്താ പറയുക, ചിലർക്ക് ഫ്ലേക്കി ആയിട്ടൊക്കെ നമ്മുടെ തലയിൽ നിന്ന് ഡെർമറ്റൈറ്റിസ്, സെബിറോ ഡെർമറ്റൈറ്റിസ് എന്നൊക്കെ പറയില്ലേ, കറക്റ്റ് വേർഡ് എനിക്കറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാറുണ്ട്. പിന്നെ ആക്നെ മാനേജ്മെൻറ്റിന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഹെൽപ്പ് ടു റെഡ്യൂസ് ബ്ലാക്ക് ഹെഡ്സ്, പിന്നെ നമ്മുടെ ചെറിയ ആയിട്ടുള്ള കറുത്ത പാടുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇതൊരു ലൈറ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ്, ഞാൻ കാണിച്ചു തരാം. ഇത് വളരെ ഒരു വാട്ടറി പോലുള്ള ഒരു ടെക്സ്ചറാണ്. ഇത് നമ്മൾ നൈറ്റ് കിടക്കുമ്പോഴും അതിന് മുന്നേയൊക്കെ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യും. മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നമ്മുടെ കൈകളുടെ ഇവിടേക്കുള്ള കറുപ്പൊക്കെ മാറും. കൈമുട്ടിൽ ഞാൻ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് നല്ല ബെറ്ററായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു എന്താ പറയുക, മസ്റ്റ് ട്രൈ പ്രോഡക്റ്റ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഗ്ലൈക്കോളിക് ആസിഡ്, ഇതിൻ്റെ സ്മെൽ ഇറ്റ്സ് ഗുഡ്. ഇനി ഇത് തീർന്നിട്ട് അടുത്ത ബോട്ടിൽ ഞാൻ വാങ്ങുന്നുള്ളൂ. ബട്ട് നല്ലൊരു പ്രോഡക്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഓർഡിനറിയുടെ AHA BHA പീലിംഗ് സൊല്യൂഷനാണ്. AHA 30% ആൻഡ് BHA 2% പീലിംഗ് സൊല്യൂഷനാണിത്. 30 ml ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 950 റുപ്പീസാണ്, ഏകദേശം 1000 അടുപ്പിച്ച്. ഇതിൻ്റെ കളർ വരുന്നത് ഒരു ബീട്രൂട്ട് കളറില്ലേ, ആ കളറിലാണ് ഇത് വരുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. എൻ്റെ ഫേവറേറ്റ് പ്രോഡക്റ്റാണ്. ഞാൻ വീക്ക്ലി വൺസ് യൂസ് ചെയ്യുന്നുണ്ട് ഇത്. വീക്ക്ലി വൺസ്, ബിക്കോസ് അതിൽ കൂടുതൽ നമുക്കിത് യൂസ് ചെയ്യാൻ പാടില്ല. ഇത് എക്സ്ഫോളിയേറ്റിംഗ് സൊല്യൂഷൻ കൂടിയാണിത്. അതാണ് നമുക്കിത് വീക്ക്ലി വൺസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പീലിംഗ് സൊല്യൂഷൻ ആണെന്ന് പറയാൻ കാരണമെന്ന് വെച്ചാൽ ഇത് നമ്മളൊരു മാസ്ക് പോലെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്കൊരു മിനിമം ടൈം ഓഫ് പീരീഡ് ഉണ്ട്. ആ പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞ് നമ്മളിത് യൂസ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഇത് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് ഒരു ലെയർ പോലെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മളിത് വാഷ് ഓഫ് ചെയ്യണം. ഒരു ചെറിയ തണുത്ത വെള്ളത്തിൽ നമ്മളിത് വാഷ് ഔട്ട് ചെയ്യണം. അതിനുശേഷം ഒരു തരത്തിലുള്ള എന്താ പറയുക, ക്രീംസ് അല്ലെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ബട്ട് സീറംസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. വേറൊരു കെമിക്കൽ നമ്മളെ ഫേസിൽ യൂസ് ചെയ്യാൻ പാടില്ല. ഇനി പറയാം, ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സ്കിൻസും പിന്നെ എന്താ പറയുക, വേറെ കറുത്ത പാടുകൾ അങ്ങനെയുള്ള എല്ലാം മാറ്റിയിട്ട് നമ്മളെ സ്കിന്നിന് ഒരു എക്സ്ഫോളിയൻ മാസ്ക് ആയിട്ടാണിത് പ്രവർത്തിക്കുന്നത്. നമുക്ക് ഡെയിലി ഇത് അപ്ലൈ ചെയ്യാൻ പാടില്ല.
ഇത് നമ്മൾ വൺസ് ഇൻ എ വീക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മളെ അതും സൺലൈറ്റുള്ള സമയത്ത് നമ്മളിത് യൂസ് ചെയ്തിട്ട് പുറത്തിറങ്ങാൻ പാടില്ല. നമ്മളത് യൂസ് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് ഈവനിങ് ടൈമിൽ നമുക്ക് യൂസ് ചെയ്തിട്ട് എന്താ പറയുക, ഒരു 10 മിനിറ്റ്സ് യൂസ് ചെയ്ത് നമ്മളൊരു ചെറിയ തണുത്ത വെള്ളത്തിൽ നമ്മളിത് കഴുകി കളഞ്ഞിട്ട് പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് യൂസ് ചെയ്യണം, സൺസ്ക്രീൻ യൂസ് ചെയ്യണം. SPF 50 ഉള്ള സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്തിരിക്കണം. ഫസ്റ്റ് ഇത് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം. ഒരു ഓയിലി ടെക്സ്ചർ അല്ല, ഒരു വാട്ടറി ടെക്സ്ചറാണ് ഇതിന് വരുന്നത്. വളരെ വലിയ ഫ്രാഗ്രൻസ് ഒന്നുമില്ല, ഒരു നോർമൽ സ്മെല്ലാണ് ഇതിനുള്ളത്. എന്താ പറയുക, ഇത് ഫസ്റ്റ് നമ്മൾ ക്ലെൻസ് ചെയ്ത ഫേസിൽ ഡ്രൈ ആയതിനു ശേഷം, ഒരു വാട്ടറി ഇതുണ്ടാവാൻ പാടില്ല, ക്ലെൻസ് ചെയ്ത ഫേസ് ഡ്രൈ ആയതിനു ശേഷം നമ്മളിത് ഒരു ലെയർ പോലെ നമ്മളിത് സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. ഇറിറ്റേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെറ്റ് സ്കിന്നിലൊന്നും നമ്മളിത് അപ്ലൈ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു ബ്രഷ് അല്ലെങ്കിൽ ഒരു കോട്ടൺ ടിഷ്യൂ എന്തെങ്കിലും എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെയെന്ന് വെച്ചാൽ കറക്റ്റ് 10 മിനിറ്റ്സ് കഴിഞ്ഞ് വാഷ് ചെയ്തിരിക്കണം. മീൻസ് മോർ ദാൻ 10 മിനിറ്റ്സ് ഇത് യൂസ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് 10 മിനിറ്റ്സിന് ശേഷം ഇത് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. പിന്നെ നമുക്കൊരു ചെറിയ തണുത്ത വെള്ളത്തിലോ നമുക്കിത് വാഷ് ഔട്ട് ചെയ്യാവുന്നതാണ്. പീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേറെയുള്ള മീൻസ് ഹാർഡായിട്ടുള്ള സീറംസ് അങ്ങനെയുള്ളതൊന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എപ്പോൾ പുറത്ത് പോയാലും നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് 10 മിനിറ്റ്സ് എക്സ്ഫോളിയേറ്റിംഗ് ഫേഷ്യൽ pH 3.6 എന്ന്. നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. 2 times പെർ വീക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബട്ട് ഐ ആം യൂസിങ് 1 time in a week because it's too expensive. അതുമാത്രമല്ല, ഇത്രയും ഒരു 30 ml നമ്മൾ 950 rupees നമ്മൾ പേ ചെയ്യുന്നത്. ബട്ട് ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. നമ്മുടെ വീക്ക്ലി അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു മാരേജ് ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് സ്കിന്നൊന്ന് പാർലറിൽ പോയിട്ടുള്ള ആ ഒരു എഫക്റ്റ് പോലെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ യൂസ് ചെയ്യുന്ന ക്ലെൻസർ ഇതാണ്. ഡ്രൈ ടു നോർമൽ സ്കിന്നുകാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെറ്റാഫിലിൻ്റെ ഏറ്റവും നല്ലൊരു ക്ലെൻസറാണിത്. ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് ഒരു വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ് ഇത്. നമ്മൾ ആദ്യം സ്കിന്നിൽ നമ്മൾ അപ്ലൈ ചെയ്ത് അത് ഡ്രൈ ആക്കുക. ഡ്രൈ ആയതിന് ശേഷം മാത്രം ഇതെടുക്കുക. ഇഫ് യു വോണ്ട് കോട്ടൺ പാഡ്സ് ഓർ ലൈക്ക് ഗ്ലൗസ് യു ക്യാൻ യൂസ്, ബട്ട് ഐ എം യൂസിങ് മൈ ഹാൻഡ്സ്. ഇത് യൂസ് ചെയ്ത് ഇതൊരു 2 to 3 ഡ്രോപ്സ് നമുക്ക് കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് ഇതൊരു മാസ്ക് ലെയർ ആയിട്ടാണ് ഞാൻ ഇടുന്നത്. ഒരു ലെയർ മാസ്ക് ആയിട്ട് ഇടുക. പിന്നെ ലെറ്റ് ഇറ്റ് ഡ്രൈ. ഒരു 10 മിനിറ്റ്സ് വെച്ചാൽ മതിയാകും. മോർ ദാൻ 10 മിനിറ്റ്സിൻ്റെ ആവശ്യമില്ല. ആ 10 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ടെക്സ്ചർ വരും. അത് കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ഓഫ് ചെയ്യാവുന്നതാണ്. പ്രോഡക്റ്റ് എന്തായാലും നിങ്ങളെല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെന്ന് എന്നെ അറിയിക്കാം. പിന്നെ എൻ്റെ കയ്യിൽ ഒത്തിരി പ്രോഡക്റ്റ്സ് ഞാൻ യൂസ് ചെയ്തതുണ്ട്. എല്ലാത്തിൻ്റെയും റിവ്യൂസും ഞാൻ ഇടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.